നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തിയാണ്. അതായത് റാഗി പൊടിയും കുറച്ച് നട്ട്സും കൂടെ ചേർത്തിട്ടുള്ളൊരു ലഡുവാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കഴിക്കാൻ പാകത്തിനുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. കടായിലോട്ട് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം 1.5 കപ്പ് റാഗി പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂടി പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റാഗി പൗഡർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റാഗിയിൽ ധാരാളം ഗുണങ്ങളുണ്ട്. പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫൈബർ റിച്ച് ആണ്. അതുപോലെ തന്നെ ഇതിൽ ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർ റാഗി പതിവായി കഴിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ബ്ലഡ് ലെവൽ കൂടാനും സഹായിക്കും. ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിനും റാഗി പതിവായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. റാഗി റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മുതൽ 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ കളറുണ്ടോ, ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കണേ. മുടി കൊഴിച്ചിൽ തടയാനും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും റാഗി പതിവായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. റാഗി കൊണ്ടുള്ള ഒത്തിരി റെസിപ്പീസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. റാഗി റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. റാഗി റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സിംഗ് ബൗളിലോട്ട് മാറ്റണേ. കാരണം ആ ചൂടോടെ തന്നെ കടായി ഇരുന്നാൽ കുറച്ചും കൂടി അതൊന്ന് മൂത്ത് പോകും. അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ആ സെയിം കടായിലോട്ട് തന്നെ ഒരു 1/2 കപ്പ് നിലക്കടല, അതായത് കപ്പലണ്ടി എടുക്കുന്നുണ്ട്. ഇത് വറുക്കാത്ത നിലക്കടലയാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനിയിപ്പോൾ വറുത്ത നിലക്കടലയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയാവും. ഇതിൽ ധാരാളം ന്യൂട്രിയൻസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആണ്. ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ സ്കിന്ന് നമുക്ക് ആവശ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചൂടോടെ തന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഇളകി വരും. ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഈ നിലക്കടല വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചൂടോടെ തൊടുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് തണുത്ത് തുടങ്ങുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതുപോലെ ഞാൻ എല്ലാം ഒന്നിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ആ ഒരു പീനട്ടിൻ്റെ സ്കിന്ന് പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. ചെയ്താൽ ഇതിൻ്റെ സ്കിന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നിലക്കടല റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കും. ഇനി അടുത്തായിട്ട് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ട്, ബദാം, പിസ്ത, വാൾനട്ട്. അപ്പോൾ ഇത് ചേർക്കണം നിർബന്ധമില്ല, ചേർത്താൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. ഇനി ഇതും ചെറുതായിട്ടൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 2 മുതൽ 3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നിലക്കടലയിൽ സ്കിന്ന് ഉള്ളതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ നിലക്കടല റോസ്റ്റ് ചെയ്തതിൻ്റെ സ്കിന്ന് മാറ്റിയെടുത്തത്. ഇപ്പോൾ നിലക്കടല സ്കിന്നില്ലാത്തതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നട്ട്സൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് മുടി കൊഴിച്ചിൽ തടയാനൊക്കെ വളരെ നല്ലതാണ്. വളരുന്ന കുട്ടികൾക്ക് നട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ നട്ട്സ് നമ്മൾ ഇങ്ങനെ കഴിക്കാൻ കൊടുത്താൽ അവർ കഴിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലഡു തയ്യാറാക്കുമ്പോൾ ഇതുപോലെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. കാരണം ലഡുവിലൊരു ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. നട്ട്സ് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. ഇനി ഇത് നിലക്കടല എടുത്തിട്ടുള്ള പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് കുറച്ച് എള്ളാണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ എള്ള എടുക്കുന്നുണ്ട്. ഇതും ചെറുതായിട്ടൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. എള്ളിൽ ധാരാളം ഗുണങ്ങളുണ്ട്. അതായത് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, ഫൈബർ റിച്ച് ആണ്. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന്, കൊളസ്ട്രോൾ പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു 1-2 മിനിറ്റ് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ പൊട്ടിത്തുടങ്ങും. അങ്ങനെ ഇത് നമ്മുടെ എള്ള് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് പൊടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വറുത്ത് വെച്ചേക്കുന്ന റാഗി പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി അടുത്തായിട്ട് നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വറുത്ത് വെച്ചേക്കുന്ന നിലക്കടലയും നട്ട്സും കൂടി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം.
ഒത്തിരി പൊടിഞ്ഞു പോകാതെ ഈ ഒരു പാകത്തിന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത നട്ട്സ് റാഗി പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലം പൊടിച്ചത്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നിലക്കടലയും നട്ട്സും ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചുകൊണ്ട് തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ഏലമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ റാഗി മിക്സ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ശർക്കര ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പനഞ്ചക്കര, അതായത് കരിപ്പട്ടി ചേർക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ കരിപ്പട്ടിയാണ് ചേർക്കുന്നത്. ശർക്കരയെക്കാട്ടിലും കുറച്ചും കൂടി ഹെൽത്തി കരിപ്പട്ടിയാണ്. ഇതിപ്പോൾ ടോട്ടൽ 400 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇത് പൊടിച്ചതിന് ശേഷം ആവശ്യമുള്ളത് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ആ സെയിം കടായിലോട്ട് 1/4 കപ്പ് പനഞ്ചക്കര ചേർക്കുന്നുണ്ട്. 1/4 മുതൽ 1 കപ്പ് വരെ ചേർക്കാം. എത്രയാണോ നമുക്ക് മധുരം ആവശ്യമുള്ളത് അതനുസരിച്ച് ചേർക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി ഒരു നൂല് പരുവാകുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് ഒരു നൂല് പരുവം ആകുന്ന ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജ് എത്തുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നോക്കുക, മിക്സ്ചർ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിയിട്ടില്ല. ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കാണുന്നുണ്ട്, ഇതുപോലെ ഒരു നൂല് പരുവം ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി ആ ചൂടോടെ കൂടി തന്നെ ഒന്ന് അരിച്ച് നമ്മുടെ മിക്സറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ശർക്കരയുടെ ആ മിക്സർ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് മിക്സാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ശർക്കരയുടെ പാനി കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മിക്സാക്കിയ കടായിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതായത് കൈ വെച്ചിട്ട് മിക്സാക്കാനുള്ള ചെറു ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ചെറു ചൂടോടെ തന്നെ ഒന്നും കൂടി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ബാക്കിയും കൂടി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുക്കുമ്പോൾ ഈ ഒരു അളവിൽ ഒരു മീഡിയം സൈസിൽ ഉരുട്ടിയെടുത്താൽ മതിയാവും. ഈ ഒരു അളവിൽ 20 മുതൽ 22 റാഗി ലഡു നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരെണ്ണം എടുത്തൊന്ന് കാണിച്ചു തരാം. നമ്മൾ ചേർത്ത എള്ളും നട്ട്സൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മുറിച്ചും കൂടി കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ലഡു ആണ്. നമ്മൾ ചേർത്ത നട്ട്സൊക്കെ ഇതേ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് നട്ട്സും കൂടി കഴിക്കാനായിട്ട് കിട്ടും. നട്ട്സ് പൊടിച്ചെടുക്കുമ്പോൾ ഒത്തിരി നൈസായിട്ട് പൊടിക്കാതെ ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു പാകത്തിന് കിട്ടത്തുള്ളൂ. ഞാനൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ മധുരം പാകത്തിനാണ്. കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പനഞ്ചക്കര വരെ ചേർക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ ഡെയിലി ഒരു ലഡു കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയൊക്കെ കഴിക്കാൻ പാകത്തിനുള്ളൊരു ലഡുവാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയോളം കേടാവാതെ ഇരിക്കും. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഇതുപോലെ വേറൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്